ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അടികൾ പലതും കഴിഞ്ഞു, ഗെയിം ഉണ്ടായിരുന്നു, ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതിരാവിലെ തന്നെ കുറച്ച് പേര് അങ്ങനെ ഗ്യാങ്ങളായിട്ട് നിന്ന് പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, പലരെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ആദ്യം സംസാരിച്ചത് രേണുവിനെ കുറിച്ചിട്ടാണ്. രേണു സുധിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മുൻഷി രഞ്ജിത്ത്, ഒനി സാബു, അഭിലാഷ് ഇവരെല്ലാം കൂടെ കൂടി ഇരുന്നിട്ട് രേണുസുധിയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് പുറത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ പലരെ കുറിച്ച് ഇവരൊക്കെ ഇങ്ങനെ മാറിയിരുന്നു, അവിടെ ഇരുന്നു ഇവിടെ നിന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എല്ലാവരും പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞു. ബിഗ് ബോസ് വീട്ടിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം വായിക്കുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്തും അക്ബർ ഖാൻ ഇവരൊക്കെ ചേർന്നിട്ടാണ് വായിക്കുന്നത്. അവിടെയാണ് അടി തുടങ്ങുന്നത്. ആരാണ് അടി തുടങ്ങുന്നത്? നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷാണ് അടി തുടങ്ങുന്നത്. അതും ചെറിയ ചെറിയ വഴക്കൊന്നുമല്ല, മുട്ടം വഴക്കാണ് നടക്കുന്നത്. മുൻഷി രഞ്ജിത്ത്, അക്ബർ ഖാൻ ഇവരൊക്കെ വായിച്ചിട്ട് മലയാളം പോരാ, ബിഗ് ബോസ് വീട്ടിൽ തുടരണമെങ്കിൽ മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. നമ്മുടെ കോമണർ അനീഷിന്റെ കണ്ടീഷനാണ്. ആളങ്ങോട്ട് ഒച്ച വെക്കാനും ബഹളം വെക്കാനും അഭിലാഷ് കയറിയേക്കുന്നു, എല്ലാവരും കയറിയേക്കുന്നു. അപ്പൊ കാരണം വെച്ചാൽ ജിസേലിന് മലയാളം അറിയത്തില്ലല്ലോ, മലയാളം പറയത്തില്ലേ ഉള്ളൂ, എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാവുമോ? കാരണം അതൊക്കെ ബിഗ് ബോസ് അല്ലേ നോക്കുന്നേ. അനീഷ് പക്ഷെ അവിടെ പറയാണ് പറ്റത്തില്ല, എല്ലാ കണ്ടസ്റ്റൻസും മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒച്ചയായി ബഹളമായി, ശരിക്കും വഴക്കൊക്കെ അങ്ങോട്ട് മുറുകി അങ്ങനെയൊക്കെ ആയി. പിന്നെ അവസാനം വഴക്കൊന്ന് ഒതുങ്ങി, എല്ലാവരും ശാന്തരായി. പക്ഷെ അനീഷ് ആരോടും മിണ്ടുന്നില്ല. നമ്മുടെ കഴിഞ്ഞ സീസണിൽ രതീഷ് കാണിച്ച അതേ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ അനീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ആരോടും മിണ്ടാതെ, എല്ലാ കാര്യത്തിലും ദേഷ്യപ്പെട്ടും, ആരെയും ഇഷ്ടപ്പെടാതെ, ആരോടും സഹകരിക്കാതെ അങ്ങനെയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അതിന്റെ പുറകെ റെന ഫാത്തിമ പോയിട്ട് അനീഷിനെ ഇണക്കാൻ നോക്കുന്നുണ്ട്. അനീഷിനാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് റെന ഫാത്തിമ അനീഷിനൊപ്പം ചേട്ടാ വാ ചേട്ടാ ചേട്ടാ ആരോടും ഉണ്ടായിരിക്കുന്നത് എന്താ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് റെന ഫാത്തിമ നടക്കുന്നുണ്ട്. അപ്പൊ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ട് ശാരിക ടീമുകളും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എവിടെയൊക്കെ ചില പൊട്ടലും ചീറ്റലുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ബിഗ് ബോസ് ഗെയിം കൊടുക്കുന്നത്. ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണമല്ലോ, ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ ബിഗ് ബോസ് ഗെയിം കൊടുക്കുന്നുണ്ട്. ആ ഗെയിമിലാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഒരാളെ ഇപ്പം കുറച്ച് ഫോം കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഇല്ലാത്തവർക്ക് മുഖത്ത് തേക്കാനെന്നാണ് ആ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ യോഗ്യത ഇല്ലാത്തവരാണെന്ന് എഴുതിയിട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മുഖത്ത് ഫോം കൂടുതൽ കിട്ടിയത് അനീഷിനാണ്. അനീഷിന് ഒട്ടും യോഗ്യതയില്ല എന്നാണ് മറ്റു മത്സരാർത്ഥികളൊക്കെ പറഞ്ഞ് അങ്ങനെ രേണുസുധിയുടെ മുഖത്തും ഫോം തേച്ചു. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതില നുറക്കി കിട്ടി. അങ്ങനെ കുറെ പേർക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവസാനം എല്ലാം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ അനീഷിനാണ് ഫോം കിട്ടിയത്. അപ്പൊ ബിഗ് ബോസിന്റെ ആ ഒരു അനൗൺസ്മെന്റ് വരികയാണ്. ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ ശരിക്കും ലെറ്റർ വായിച്ചായിരുന്നോ? അപ്പം എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നോക്കുക, എന്താണ് ലെറ്ററിൽ നമുക്ക് താല്പര്യമില്ലാത്തൊരു യോഗ്യതയില്ലാത്തവരുടെ മുഖത്ത് ഫോം തേക്കാൻ എന്നുള്ളതല്ലേ ലെറ്ററിലുണ്ടായിരുന്നത്. അപ്പൊ ബിഗ് ബോസ് പറയുന്നു, ഇവിടെയാണ് 7ന്റെ പണി ഇരിക്കുന്നത്. എന്താണ് ആ 7ന്റെ പണി? അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിച്ച് ഇതെന്താ ഇതിന്റെ ഇടയ്ക്ക് ഒരു സീക്രട്ട്. അപ്പൊ കിടക്കുന്നു, വരുന്ന ബിഗ് ബോസിന്റെ വക അടുത്ത അനൗൺസ്മെന്റ്. ഏറ്റവും കൂടുതൽ മുഖത്ത് ഫോം തേച്ച ആളാണ് ക്യാപ്റ്റൻ. അപ്പോ നമ്മുടെ അനീഷാണ്, കോമണർ ആയിട്ടുള്ള അനീഷാണ് ഈ ആഴ്ചത്തെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ. എല്ലാവരും ശരിക്കും ഒന്ന് ഞെട്ടി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അടി. ഇത് 7ന്റെ പണി നല്ല പറയണ്ട, അത്രയ്ക്ക് വലിയൊരു പണിയായിപ്പോയി. അനീഷ് ഒട്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് എല്ലാവരും കൂടി അനീഷിന്റെ മുഖത്ത് ഫോം തേച്ചത്. പക്ഷേ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നത് അനീഷാണ്. അതാരും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത്, 8ന്റെ അല്ല 7ന്റെ പണിയാണ് കാത്തിരിക്കുന്നത്. അത് 7ന്റെ പണി തന്നെയാണ്. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പണി അവിടെ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ പറയാനുള്ളത്, നമുക്ക് അനീഷ് ശരിയാണ് കുറച്ച് ആൾക്കാരോട് മിണ്ടാതെയും ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അതിനിപ്പം സ്ട്രാറ്റജി ആണെന്നും പറയുന്നു. ക്യാപ്റ്റനായിട്ട് അനീഷ് തിരഞ്ഞെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചൺ ടീം, അങ്ങനെ ടീമുകൾ 4 ടീമുകളാണ് എടുത്തിട്ടുള്ളത്. കിച്ചൺ ടീമിലേക്ക് വന്നിട്ടുള്ളത് ഒനി, ബിന്നി, സരിക, രഞ്ജിത്ത്. ഈ 4 പേരാണ് കിച്ചൺ ടീമിലേക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിന്റെ ഇതിന് വന്നിട്ടുള്ളത് ആദില, നൂറയും ഒരു ഇതാണല്ലോ, ഒരു കപ്പിൾസ് ആണല്ലോ. അപ്പൊ അത് നൂറെ 1, പിന്നെ ജിസേൽ വന്നിട്ടുണ്ട്, പിന്നെ അനുമോൾ വന്നിട്ടുണ്ട്, രേണു വന്നിട്ടുണ്ട്. ഇവരാണ് ഫ്ലോറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഇത് 5 പേരാണ്. അബി, ശാരിക, ശൈത്യ, ബിൻസി, ഷാനവാസ്, ഈ 5 പേരാണ് ബസ്സിൽ നോക്കുന്നത്. പിന്നെ വാഷ്റൂം നോക്കുന്നത് ആര്യൻ, നവീൻ, റെന ഫാത്തിമ, അപ്പാനി, ശരത്ത്, അക്ബർ ഖാൻ. ഇത്രയും പേരെയാണ് ടീമുകളെയൊക്കെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ക്യാപ്റ്റനായിട്ട് അനീഷ് വന്നിട്ടുണ്ട്. ബി വീട്ടിലെ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞു.
പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ടാസ്ക് ഈ ഒരു വിധത്തിൽ, കാരണം ശരിക്കും വായിച്ച് നോക്കണമായിരുന്നു. അതിന്റെ ഇടയ്ക്കൊക്കെ സീക്രട്ട് ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു, പക്ഷെ അതാരും മനസ്സിലാക്കിയില്ല. അങ്ങനെ അനീഷ് ക്യാപ്റ്റനായി. TV വീട്ടിലെ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ശാരിക ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കളി കണ്ടുവരുന്നതല്ലേ ഉള്ളൂ. നമുക്ക് പിന്നെ ഇതിനകത്ത് ആരെയും നമ്മൾ വ്യക്തിപരമായിട്ടോ അല്ലാതെയോ നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്തില്ല. നമ്മൾ ഉള്ളത് പോലെ തന്നെ പറയും. പിന്നെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആരുമായിട്ടും ഇല്ല. നമ്മൾ ഏത് കണ്ടസ്റ്റന്റ് ആണോ നല്ലതുപോലെ കളിക്കുന്നത് നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയും. ആരാണോ മോശമായിട്ട് പറയുന്നത് അവർ നമ്മൾ എടുത്തു പറയും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. നമ്മളെല്ലാം അതേപോലെ അങ്ങോട്ട് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തെ എപ്പിസോഡ് കാണാൻ ആള് വേണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നു. ഇനിയുള്ള എപ്പിസോഡുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ BB വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.